ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നല്ലോ എനെ പറ്റിയിട്ട് അപ്സ്കിൽ ആവണോ, എനെ പറ്റി പഠിക്കണോ, അങ്ങനെയൊക്കെ. സത്യത്തിൽ ഇപ്പം നമ്മളിപ്പോൾ എനെ പറ്റിയിട്ട് അപ്സ്കിൽ ആവണമെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഇത് പഠിക്കാം? എനിക്ക് നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അതായത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ പറഞ്ഞ സംഭവം. എങ്ങനെയാണ് എല്ലാവരും എനെ പറ്റി കേട്ടിട്ടുണ്ടാവും, പക്ഷെ എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം അതിനെ കുറിച്ച് ആർക്കും വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് എന്നെ പോലത്തുള്ള സ്കൂൾ കുട്ടികളാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എയിൽ ഒരു അപ്സ്കില്ലിങ് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ പ്രോ ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. ഇപ്പോൾ പൈത്തൺ പോലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പ്രോ ആവാം. രണ്ടാമത്തെ കാര്യം, മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുക. ഉദാഹരണം, എന്ത് മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് മോഡലാണെങ്കിലും അതിനൊക്കെ ബാക്ക് എൻഡിലുള്ളത് എന്താണ്? പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ലീനിയർ ആൾജിബ്രയും മെട്രിക്സും ഒക്കെയാണ് അതിൻ്റെയൊക്കെ ബാക്ക് എൻഡിലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ പാർട്ട് സ്ട്രോങ് ആവാം. മൂന്നാമത്തെ കാര്യം, എയിൻ്റെ തന്നെ അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഫിസിക്കൽ എ ആണ്. അതായത് ഫിസിക്കൽ ഒബ്ജക്ട്സിലൊക്കെ നമുക്ക് എ വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ഫിസിക്കൽ സയൻസ് സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. അത് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള പിന്നെ സബ്ജക്റ്റിലായിട്ട് ഫിസിക്സും കെമിസ്ട്രി മാത്സും സ്ട്രോങ് ആവുക, മാത്തമാറ്റിക്കൽ ലോജിക്ക് നമ്മൾ മാക്സിമം ഡെവലപ്പ് ചെയ്യുക, പൈത്തൺ പോലെ ഒരു പ്രോഗ്രാമിലായിട്ട് നമ്മൾ പ്രോ ആവുക. ഇതാണ് ഇതിൻ്റെ 3 ടിപ്സ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് അപ്സ്കില്ലാവാനിപ്പോൾ എന്താ ബെസ്റ്റ് ഓപ്ഷൻ നമ്മളെ തന്നെ ഉള്ളടാ. നമ്മളെ ഹബ്ബ് എഡ്യൂടെക്നീഷ്യൻ്റെ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എന്നെ പോലത്തെ ഏത് കുട്ടിക്കും എയിൽ അപ്സ്കില്ലിങ്ങിന് വേണ്ട ഒരു സംഭവം നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് കാര്യങ്ങൾ ജോയിൻ ചെയ്യാം. 1 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന എയിൽ ഒരു അവയർനെസ് പരിപാടിയൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ട് എ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്.